റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹാനിധികളായ സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ മറ്റു ചില ആളുകളോട് കടപ്പെടുന്ന രീതിയിലാണല്ലോ ഈ പ്രപഞ്ചത്തിൽ നമ്മളുള്ളത്. മനുഷ്യർ എന്ന രീതിയിൽ അവനേറെ കടപ്പെടുന്ന ചില ആളുകളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ. ഇങ്ങനെ പോകുന്നു ആ ബന്ധങ്ങൾ. ഇന്ന് മനുഷ്യർ ഒരുപാട് പുരോഗതിയുടെ പടവുകൾ, അതിൻ്റെ ഉത്തുംഗതയിൽ നമ്മൾ എത്തിച്ചേർന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക പുരോഗതിയും വിഭവ സമൃദ്ധമായ ഒരു അന്തരീക്ഷവുമൊക്കെ ഒരുപാട് ഉന്നതിയിലേക്ക് സഞ്ചരിക്കാൻ മനുഷ്യനെ പാകപ്പെടുത്തി ആ ഒരു തരത്തിലേക്ക് അവനെത്തിച്ചു. പകരം സംഭവിച്ചത് ആദ്യകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബന്ധങ്ങൾക്കെല്ലാം ഇടിവ് സംഭവിക്കുകയും കേവലം ഒരു അണുകുടുംബമായി കുടുംബങ്ങളെല്ലാം ചെറുതാവുകയും അല്പമൊക്കെ പ്രായമാകുമ്പോഴേത്തിന് വൃദ്ധസദനങ്ങളിലൊക്കെ അഭയം തേടേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അത്യന്തം ദയനീയമായ ചിത്രങ്ങൾ അതേറെ കാണപ്പെടേണ്ടി വരികയും ചെയ്തു എന്നതാണ് ഈ പുരോഗതി കൊണ്ട് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അതിൻ്റെ പരിണിത ഫലമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. നമുക്കറിയാം, ഒരിക്കലും മുറിച്ചു കളയാൻ കഴിയാത്ത, അടയാളം മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് ഒരു മനുഷ്യനും അവൻ്റെ മാതാവും തമ്മിലുള്ളത്. അവൻ മറന്നാൽ പോലും അവൻ്റെ ശരീരത്തിൽ അടയാളം നിലനിൽക്കുന്നൊരു ബന്ധമാണല്ലോ. അവൻ്റെ പൊക്കിൽ അതിൻ്റെ ഉമ്മയുടെ ബന്ധത്തിൻ്റെ അവൻ മരിക്കുന്നത് വരെ മരണപ്പെടാത്ത ഒരു അടയാളമാണ്, അവൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പൊക്കിൽ. യഥാർത്ഥത്തിൽ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ ബന്ധം അവൻ്റെ മനസ്സ് മറക്കുന്നു, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളെ കൊണ്ട് അവൻ മറന്ന പോലെ നിൽക്കുന്നു.
ഇതൊക്കെ ചെയ്യുമ്പോഴും അവൻ്റെ ശരീരത്തിലുള്ള പൊക്കിൽ നിൻ്റെ ഉമ്മ, നിൻ്റെ അമ്മ എന്ന വികാരത്തെ കൃത്യമായി അവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. നൊന്ത് പ്രസവിച്ച അമ്മയുടെ മാറിടത്തിലേക്ക് കടാരിറക്കുന്ന മകൻ, രാത്രി മദ്യപിക്കാൻ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചിരവയെടുത്ത് ഉമ്മയുടെ തലക്കടിച്ച് രക്തം വാർന്ന് വളരെ ദയനീയമായി വിട പറഞ്ഞ അമ്മയുടെ കഥകൾ, ഉമ്മയുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? പുണ്യ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, ഞാൻ ഏറെ കടപ്പെട്ടത് ആരോടാണ്? എനിക്കേറെ കടപ്പാടുള്ളത് ആരോടാണ് പ്രവാചക? ഉടനെ പ്രതികരിച്ചു, ഉമ്മക്ക, നിന്റെ മാതാവിനോടാണ്. വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നു, പിന്നെ ആരോടാ നബിയെ? വീണ്ടും പറഞ്ഞു, നിന്റെ ഉമ്മയോട്. മൂന്നാമതും ചോദിച്ചു, പിന്നെ ആരോടാ നബിയെ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതികരണം നിന്റെ ഉമ്മയോട് എന്ന് തന്നെയായിരുന്നു. എന്താണ് ഈ ഒരു പ്രാധാന്യം? അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാലോ, ഉപ്പയിൽ നിന്ന് ഉമ്മക്കുള്ള വ്യത്യാസം ഉപ്പാക്കില്ലാത്ത ഈ 3 തവണ പ്രവാചകർ ഇങ്ങനെ ബന്ധത്തെക്കുറിച്ച് ആവർത്തിക്കാനുള്ള കാര്യം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഉപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത വളരെ പ്രധാനമായ 3 കാര്യങ്ങളാണ് ഒരു കുഞ്ഞിനു വേണ്ടി തൻ്റെ മാതാവ് ഏറ്റെടുക്കുന്നത്. പിതാവിന് കഴിയാത്ത 3 കാര്യങ്ങൾ, 3 വേദനകൾ, 3 പ്രയാസങ്ങൾ. ഏതാണ് ആ 3 പ്രയാസം? ഒന്ന്, ഗർഭം ചുമക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ മാതാവിൻ്റെ വേദന, നമ്മുടെയൊക്കെ ഭാര്യമാരിലൂടെ അവർ സഹിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അറിഞ്ഞവരാണ്. വളരെ പ്രയാസപ്പെടുന്നു. ആ സമയമാകുമ്പോഴേത്തിന് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവരെ പ്രയാസപ്പെടുത്തുന്നു. ചില സ്മെല്ലുകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. ഛർദികൾ അവർക്കുണ്ടാകുന്നു. ശരീരമാസകലം തളർച്ചയും ക്ഷീണവും അവരെ പിടികൂടുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നീട് അതിൻ്റെ പൂർത്തീകരണം വരെ ഒരുപാട് പ്രയാസം ഈ കുഞ്ഞിന് വേണ്ടി അവർ സഹിക്കുന്നു. നമ്മുടെ ഉമ്മ, എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മ, നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മമാർ ഇത് സഹിച്ചു. 10 മാസം ആ ഒരു കാത്തിരിപ്പിന് ശേഷമോ, രണ്ടാമത്തൊരു കാര്യം അത് പ്രസവം തന്നെയാണ്. നമുക്കറിയാലോ, പ്രസവം മരണത്തിനോട് സമാനമായി ഒരു വേദനയുണ്ടെങ്കിൽ, സമാനമെന്ന് പറയാൻ കഴിയില്ല, മരണവേദന അത്ര കാഠിന്യമാണ്. എന്നാൽ മരണവേദന കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വേദന, അത് പ്രസവത്തിൻ്റെ വേദനയാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? വല്ലാത്ത വേദനയും സഹിച്ചുകൊണ്ട് ആ ഉമ്മ നമ്മെ പ്രസവിക്കുന്നു. അവസാനിച്ചില്ല, വീണ്ടും പിതാവിന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, ആ ഉമ്മ നമുക്ക് അമ്മിഞ്ഞപ്പാൽ നൽകുന്നു. 3 കാര്യം പുണ്യ റസൂല് പറഞ്ഞു, ഏറ്റവും വലിയ കടപ്പാട് ആരോട്? ഉമ്മക്ക, ഉമ്മക്ക, ഉമ്മക്ക. 1, 2, 3 എൻ്റെ ഉമ്മയോട് തന്നെയാണ്. ഓർക്കണേ, ഉമ്മയുടെ മനസ്സ് എപ്പോഴും സ്നേഹമാണ്. നമ്മോട് സ്നേഹം എന്ന് പറയുന്ന വാക്യത്തിൻ്റെ യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഉടമ മറ്റാളുകൾക്കില്ല എന്നല്ല, ഉണ്ടാകും, പല ആളുകൾക്കും ഉണ്ടാകും. എന്നാൽ കലർപ്പില്ലാത്ത സ്നേഹം അത് നമ്മുടെ ഉമ്മാക്ക് മാത്രമേ നൽകാൻ കഴിയൂ. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. ഒരു ഉമ്മയും മകനും. ഉമ്മയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു. ഒറ്റക്കണ്ണിയായ ഉമ്മ. ആ ഉമ്മയുടെ മകൻ
ഉമ്മ ചെറുപ്പത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു. തൻ്റെ മോനെ വളർത്തി. താൻ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിച്ചവളാണെങ്കിലും തൻ്റെ മോൻ അങ്ങനെ ആകരുത് എന്ന് കരുതി മറ്റു വീടുകളിൽ പോയി വേല ചെയ്ത് സാധ്യമാകുന്ന വിധം സംഖ്യയുണ്ടാക്കി മോനെ പഠിപ്പിച്ച് വലുതാക്കണം. അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചു. ഉമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. മോന് വലിയ മിടുക്കനാകുന്നു. മിടുക്കനായി വലിയ ഉദ്യോഗാർത്ഥിയായപ്പോൾ ഉമ്മക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ കണ്ടുകൂടാത്ത മകനാണ്. അവൻ്റെ കൂട്ടുകാർ വരുമ്പോൾ നല്ല സ്റ്റൈൽ മോഡലുള്ള അവൻ്റെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് ഈ ഒറ്റക്കണ്ണിയായ ഉമ്മ അവനക്കൊരു അരോചകരമായി തോന്നുന്നു. ഉമ്മയെ അവൻ ശകാരിക്കുന്നു, മർദ്ദിക്കുന്നു. അങ്ങനെ ഒരു വേള അവൻ കല്യാണം കഴിച്ച് അവൻ്റെ ആ കുഞ്ഞിനെ ഉമ്മ എടുക്കുമ്പോൾ കുഞ്ഞിനെ പോലും തൊടാൻ സമ്മതിക്കാതെ ഉമ്മയെ തട്ടിമാറ്റുന്നു. അങ്ങനെ ഉമ്മയുടെ അടുക്കൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യത്തിൽ നിന്ന് ഉമ്മയെ ഇട്ടേച്ചുകൊണ്ട് മറ്റെവിടേക്കോ അവൻ താമസം മാറ്റുന്നു. ഉമ്മയെക്കുറിച്ചൊരു കഥയും പിന്നീട് അവൻ അറിയുന്നില്ല. ദുഃഖവാരം പേറി പ്രിയപ്പെട്ട ഉമ്മ ഒരേ സങ്കടത്തോടെ കഴിഞ്ഞുകൂടി അവസാനം പ്രപഞ്ചത്തിൽ നിന്ന് വിട പറയുന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഏതോ ഒരു തോന്നലിൽ ആ കിഴവിയെങ്കിലും ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി ഉമ്മയെ അന്വേഷിച്ച് വീട്ടിലെത്തി. ഉമ്മയെ കാണുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചു. ആ വീട്ടുകാർ പറഞ്ഞു ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ മരിച്ചു പോകുന്ന സമയത്ത് ഒരു ലെറ്റർ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നെങ്കിലും നീ വരും, അങ്ങനെ വന്നാൽ മോനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഉമ്മ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവൻ കത്ത് വാങ്ങി കത്ത് തുറന്നും അവൻ വായിക്കാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മകനെ, നീ എന്നോട് ക്ഷമിക്കണം. നീ ഇന്ന് ഉന്നതിയുടെ ഔന്നത്യത്തിൽ നീ ജീവിക്കുന്നു. പക്ഷേ എന്നെ പ്രിയപ്പെട്ട മോൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിൻ്റെ കൂട്ടുകാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു ഉമ്മയാകാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ നീ ഒരു കാര്യം അറിയണം. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ വെറുപ്പ് നീ എന്നോട് പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും. മോനെ, ഞാൻ ഒരു കണ്ണിയായി എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മോനെ വിഷമിപ്പിച്ചത് എങ്കിൽ നീ അറിയുമോ, നിന്റെ ചെറുപ്പകാലത്ത് നീ കുഞ്ഞാകുമ്പോൾ നിനക്കൊരു അസുഖം പിടിപെടുന്നു. ആ അസുഖത്തിൽ നിന്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഒരു വഴിയുമില്ല, ഡോക്ടർമാർ നിർദ്ദേശിച്ചു. മറ്റൊരു കണ്ണ് പകരം വെച്ചാലല്ലാതെ മോൻക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടില്ല. ഞാനൊന്നും ആലോചിച്ചില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഒരു കണ്ണെടുത്ത് എൻ്റെ മകൻക്ക് നിങ്ങൾ നൽകൂ. എന്നേക്കാൾ കാഴ്ച വേണ്ടത്, സമൂഹത്തെ കാണേണ്ടത് എൻ്റെ മോനാണ്. അങ്ങനെ ഇന്ന് നിൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണ് ഈ ഒറ്റക്കണ്ണിയായ ഈ ഉമ്മയുടെ മറ്റൊരു കണ്ണാണ് മോനെ. അതുകൊണ്ട് എൻ്റെ മോനെ വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞ് കത്ത് അവസാനിപ്പിച്ചപ്പോൾ ആ മകൻ വിറക്കുന്ന കൈകളോടെ, പിന്നീട് മറുപടിയില്ല, സങ്കടങ്ങൾ മാത്രം, ഒലിക്കുന്ന കണ്ണുനീരോട് കൂടെ അട്ടഹസിക്കുകയല്ലാതെ നിർവാഹമുണ്ടായിരുന്നില്ല. മാതാവ് അങ്ങനെയാണ്. അതൊരു സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്, പകരമില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഉമ്മമാരുടെ മക്കളുണ്ടെങ്കിൽ, അമ്മമാരുടെ മക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിന് പകരം ലോകത്തൊന്നുമില്ല. മാതാവ് അതെല്ലാത്തിനേക്കാളും വളരെ വലുതാണ്, എല്ലാത്തിനേക്കാളും അപ്പുറമാണ്. അതുകൊണ്ട് അവരിൽ അനുസരണയുള്ള മക്കളാവുക, അവരെ സ്നേഹിക്കാൻ കഴിയുക. നന്മയിലേക്കല്ലാതെ ഒരിക്കലും അവർ നമ്മെ ക്ഷണിക്കില്ല, നയിക്കില്ല എന്ന ബോധ്യമുണ്ടാവുക. മാതാവ് മാത്രമല്ല, പിതാവിനെക്കുറിച്ച് നമ്മൾ അറിയണം. ഓർക്കുന്നുണ്ടോ, നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഉമ്മ കരയും, അമ്മയുടെ കണ്ണുനീര് നമ്മൾ കാണും.
എന്നാൽ ഒരിക്കലും നമ്മളെ കാണിച്ച് കരയാത്ത ചില കണ്ണുകളുണ്ട്. നമ്മൾ അവരെ കാണുന്നില്ല, അവരുടെ സങ്കടങ്ങൾ അറിയുന്നില്ല. അതൊരു വേള പ്രകടമാവുക. പുഷ്പിണിയായി പെൺകുട്ടിയെ പ്രായപൂർത്തിയെത്തി അനുയോജ്യമായ വരനെ കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുത്ത് ആരും കാണാതെ കരയുന്ന പിതാവിൻ്റെ കണ്ണുനീരാണ്. അവിടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനിയന്ത്രിതമായ കണ്ണുനീര് ഉപ്പയിൽ നിന്ന് വരാറുള്ളൂ, അച്ഛനിൽ നിന്ന് വരാറുള്ളൂ. എന്നാൽ മൗനമായി അവരും കരയുകയാണ്. ആരാരും കാണാത്ത കണ്ണുനീറുകൾ അവരിലും വരികയാണ് മക്കൾക്ക് വേണ്ടി. ആ മക്കൾ ഒരു കാരണവശാലും പിതാവിനോട് തിരിഞ്ഞു നിന്നുകൂടാ. അത് സാമൂഹ്യ ഘടനയാണ്, സമൂഹത്തിൻ്റെ നിർബന്ധമാണ്. ഇന്ന് അതില്ലാതെ പോകുന്നുവെന്നത് നമുക്ക് ആ ഒരു രീതി മാറ്റിയെടുക്കണം. വൃദ്ധസദനങ്ങൾ ആവശ്യമില്ല ഇവിടെ. പ്രത്യേകിച്ച് ഉത്ബുദ്ധർ ജീവിക്കുന്ന കൊച്ചു കേരളത്തിൽ പോലും അത് വളർന്നു വരുന്നുവെന്നത് ഒരിക്കലും ആശാവഹമല്ല. അതില്ലാതെ ചെയ്യണമെങ്കിൽ, അത് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമ്മുടെ വീടുകൾ അവർക്ക് സ്നേഹത്തണലൊരുക്കാൻ കഴിയണം. ചെറുപ്പത്തിൽ അവർ ജീവിക്കാൻ മറന്നു, നമുക്ക് വേണ്ടി ജീവിച്ചു. അവർ അധ്വാനിച്ചു, അവരുടെ കൈകളിൽ തഴമ്പുകളാണ്. അവർ ഉറക്കം കിട്ടാത്ത ദിനരാത്രങ്ങളാണ്. അവർ നെടുവീർപ്പുകളും മാത്രമായി കഴിഞ്ഞുകൂടിയ ഓരോ രാപ്പകലുകളാണ്. ഇന്ന് അവരോട് പറയണം, നിങ്ങൾ രാജാക്കന്മാരെ പോലെ കഴിയണം. നിങ്ങൾ ഇന്ന് ആദരിച്ചുകൊണ്ട് ഞങ്ങളിതാ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സേവന സന്നദ്ധരായ മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അവിടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇതിൻ്റെ തുടർഭാഗം മറ്റു സമയങ്ങളിൽ നമുക്ക് പറയാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ബന്ധങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എല്ലാവരോടും ബന്ധങ്ങളുണ്ടാകുന്ന നല്ലൊരു മനസ്സിനുടമകളാകാൻ തീർച്ചയായും നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഈ വ്രതാനുഷ്ഠാനം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ ചിന്തിക്കാനും അതിൻ്റെ പ്രചാരകരാകാനും അതിൻ്റെ പ്രബോധകരാകാനും എല്ലാ രീതികളിലും നമുക്ക് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.